വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു ഇന്നലെ. എന്താണെന്നല്ലേ? അൽഹംദുലില്ലാഹ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വന്ദ്യരായ ഷെയ്ഖുന ഹാഫിൽ ഉസ്താദിനെ എനിക്ക് കാണാൻ സാധിച്ചു, നേരിട്ട് കാണാൻ സാധിച്ചു. ഇന്നലെ കാസർഗോഡ് മടവൂർ കോട്ടയിൽ വെച്ചുള്ള പരിപാടിയിലാണ് എനിക്ക് കാണാൻ സാധിച്ചത്. നേരിട്ട് ഞാൻ കാണുമ്പോൾ പലതും ഞാൻ പ്രതീക്ഷിച്ചു. ഈ കിംവദന്തികൾ പറഞ്ഞു പരത്തുന്ന, ഷെയ്ഖുനയെ അപകീർത്തിപ്പെടുത്തുന്ന പലരും പറയുന്ന പലതിൽ ഏതെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതി. ആ പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് എനിക്ക് വന്ദ്യരായ ഷെയ്ഖുനയിൽ നിന്നും അനുഭവിക്കുവാൻ സാധിച്ചത്. ഞാൻ പറയുന്നു, എൻ്റെ വന്ദ്യരായ പ്രവർത്തകരോട്, സ്നേഹിതന്മാരോട് വളരെ വിനയത്തിൻ്റെ ഭാഷയിലാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നിങ്ങൾ ഈ കപടന്മാരുടെ ട്രാപ്പിൽ നിങ്ങൾ വീണുപോകരുതേ. ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്തോ, അതുമാത്രം മതി. എന്താണെന്നറിയോ? നിങ്ങൾ നേരിട്ടൊന്ന് ഷെയ്ഖുനയെ കാണാൻ ഉള്ള ഒരു അവസരം നിങ്ങളൊന്ന് ഉണ്ടാക്കുക, നേരിട്ടൊന്ന് കാണുക. അങ്ങനെ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്കുള്ള പല തെറ്റിദ്ധാരണകളും നിങ്ങൾക്ക് മാറിക്കിട്ടും. 100% ഉറപ്പാണ്. ഇന്നലെ ഞാൻ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, എത്ര എളിമയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ കാണുന്നത്. എത്ര എളിമയുള്ള മനുഷ്യൻ. നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം സംസാരിച്ച്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ സുഹൃത്തെന്ന് പറയാൻ സാധിക്കുന്ന, നമ്മുടെ ഉസ്താദെന്ന് പറയാൻ സാധിക്കുന്ന, നമ്മുടെ ഷെയ്ഖ് എന്ന് പറയാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തിത്വം ഞാൻ ഇതുവരെയും അനുഭവിച്ചറിയാത്ത ഒരു സന്തോഷം എനിക്ക് ഇന്നലത്തെ നിമിഷങ്ങൾ കൊണ്ട് എനിക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ പോകുന്നത്. എന്താണത് പറയാൻ കാരണം, സ്പെഷ്യലൈസ് ചെയ്ത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും എന്നെപ്പോലെ പലരും ഈ സംഘടനയിൽ പ്രവർത്തിച്ചവരാണല്ലോ. വെള്ളവും ഭക്ഷണവുമില്ലാതെ പോസ്റ്റർ ഒട്ടിക്കുവാനും പിരിക്കുവാനും ഒക്കെ നമ്മൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നല്ല നീയത്തിലൂടെയുമാണ് കേട്ടോ നടന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം ഇവരുടെ നേതാക്കന്മാർ അവിടെ എത്തുമ്പോൾ ആ നിമിഷം വരേക്കും കഷ്ടപ്പെട്ട്, വെയിലെന്ന് നോക്കാതെ മഴയെന്ന് നോക്കാതെ, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അലഞ്ഞ് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടെല്ലാം ചെയ്ത് അവസാനം ഇവരെ ഒന്ന് കാണാൻ ചെല്ലുമ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു കാരുണ്യം കാണിക്കാത്ത നേതാക്കന്മാരാണ് ഇവരുടെ നേതാക്കന്മാർ. ആ സമയത്ത് ഇവർ സംസാരിക്കുന്നത് ആരോടാണെന്നറിയുമോ നിങ്ങൾക്ക്? ഇവരുടെ ചെങ്ങാത്തം കൂടുതൽ ആരോടാണെന്നറിയുമോ? ആ സമയം വരെയും ഒരു പേപ്പർ കഷ്ണം എടുത്തു മാറ്റി ആ സംഘടനയുമായി യാതൊരു ബന്ധവും പുലർത്താത്ത പല ആൾക്കാരും, പണമുള്ള, തൊലി വെളുപ്പുള്ള, ആ നാട്ടിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള പലരോടുമായിരിക്കും. അപ്പം നമ്മുടെ കാര്യമോ? ഗോവിന്ദ, അതുവരെയും കഷ്ടപ്പെട്ട നമുക്ക് കാണാൻ അവസരം ഇല്ല. ഇങ്ങനെയാണ് ഈ നേതാക്കന്മാരുടെ അവസ്ഥ. അവിടെയാണ് വന്ദ്യരായ ഷെയ്ഖുനയുടെ നിലപാടും പെരുമാറ്റവുമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ആകർഷിപ്പിക്കുകയും ചെയ്യുന്നത്. ആരോടും എന്നെ പെട്ടെന്ന് ഐഡൻറ്റിറ്റി ചെയ്തു എന്നുള്ളതാണ്. ഞാനവിടെ ചെന്ന് സദസ്സിലിരുന്നപ്പോൾ, വന്ദ്യരായ ഷെയ്ഖുന വന്ന സദസ്സിൽ വന്നപ്പോൾ
പെട്ടെന്ന് തന്നെ എന്നെ നോക്കി ഒരു പുഞ്ചിരി വന്ദ്യരായ ഷെയ്ഖുന നടത്തി. അത് കഴിഞ്ഞ് എൻ്റെ പല പ്രയാസങ്ങളും പറഞ്ഞപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ ആൾ ഏറ്റെടുത്തു. എനിക്കെല്ലാം കൊണ്ടും വളരെ സന്തോഷം എനിക്ക് അൽഹംദുലില്ലാ നൽകി. പോകുന്ന സമയത്തും ഞാൻ കൈപിടിച്ചു. ഒരു അഹംഭാവമില്ലാത്ത, അഹങ്കാരമില്ലാത്ത നല്ലൊരു മനുഷ്യൻ. അതുമാത്രമോ, ആ നാട്ടിലുള്ള എത്രയോ ചെറുപ്പക്കാരാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാവി വസ്ത്രം ഉടുത്ത അമുസ്ലിങ്ങളായ സഹോദരന്മാർ വന്ന് ഷെയ്ഖുനയുടെ കൈപിടിച്ചു ചുംബിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നു, എല്ലാ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു വലിപ്പത്തരം കാണിക്കുന്നില്ല, ഒരു വലിപ്പത്തരം ഒന്നും ഇല്ല. എല്ലാവർക്കും അവിടെ കയറി ചെല്ലാം. പണമുള്ളവനും കയറാം, ഇല്ലാത്തവനും കയറാം, വിവരമുള്ളവർക്കും കയറാം, വിവരമില്ലാത്തവർക്കും കയറാം. ആർക്കും അവിടെ എന്താണ്, ഏത് സമയത്തും കയറി ചെല്ലാം. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഷെയ്ഖുനയെ സംശയിക്കുവാനോ അനാവശ്യം പറയാനോ നിൽക്കാതെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഷെയ്ഖുനയെ ഒന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണയും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അർഹമർ റഹീമീനായ റബ്ബ് നമ്മളെയൊക്കെ നല്ല മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.